ഹലോ കൂട്ടുകാരെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എന്താണെന്ന് മനസ്സിലായോ? അത് കുടങ്ങൽ കണ്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇന്നൊരു തോരൻ വയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ തോരൻ വയ്ക്കാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ശകലം മണ്ണ് മാന്തിയിട്ട് അവിടെ കൊണ്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പൊടിച്ച് കിട്ടും, വേരുള്ളത് കൊണ്ട്. ഇത് ഈ വയലിൻ്റെ വരമ്പത്തു നിന്നാണ് ഞാനിത് പറിച്ചെടുത്തത്. ഒന്ന് നട്ട് വെച്ച് നോക്കട്ടെ, പൊടിക്കും, വേരുള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ കുടങ്ങല വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുടങ്ങല തോരൻ വയ്ക്കാൻ പോകണു. അതിന് വേണ്ടി ആദ്യം കുറച്ച് പരിപ്പ് വേവിച്ചെടുക്കുന്നു. പരിപ്പ് നന്നായിട്ട് വെന്തുടയണ്ട, അര വേവ് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ചേരുവകളെന്ന് പറയുന്നത് ആവശ്യത്തിന് തേങ്ങ, പിന്നെ വെളുത്തുള്ളി, ജീരകം, ശകലം മുളക് പൊടി. എന്നിട്ട് ഇത്രയിട്ട് ഒരടി അടിച്ചെടുക്കണം. ഞാൻ അരച്ച് വെച്ച അരപ്പിനെ ഈ കുടങ്ങലയിൽ യോജിപ്പിക്കുകയാണ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത്. അപ്പോൾ ഞാൻ താളിക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായിട്ടുണ്ട്. കടുക്, വെളുത്തുള്ളിയാണ് ഞാൻ ഇടുന്നത്. വിരകി വെച്ച കുടങ്ങല അതിലോട്ട് വാരി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടെ അതിലെടുത്ത് തട്ടി കൊടുക്കാം. ഇപ്പം പരിപ്പും കുടങ്ങലയും കൂടെ ഒരുമിച്ച് മിക്സായിട്ടുണ്ട്. ഇനി അല്പം ആവിയിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഈ കുടങ്ങലയുടെ ഗുണത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമല്ല, എല്ലാവർക്കും അറിയാം. നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇലവർഗ്ഗമാണെന്നുള്ളത്. നിങ്ങൾ ഈ ഇല എവിടെ കണ്ടിരുന്നാലും പറിച്ചെടുത്ത് തോരൻ വെച്ച് കഴിക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കുടങ്ങല തോരൻ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.